സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി വിഭാഗത്തിലെ രണ്ടാമത്തെ അധ്യായം ലോകം 20-ാം നൂറ്റാണ്ടിൽ എന്ന പാഠഭാഗമാണ്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായി നമ്മൾ പറഞ്ഞിരുന്ന കാര്യം ആദ്യം സാമ്രാജ്യത്വത്തെക്കുറിച്ചും പിന്നീട് സാമ്രാജ്യത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഒന്നാം ലോക യുദ്ധത്തെക്കുറിച്ചും യുദ്ധഫലങ്ങളെക്കുറിച്ചും ആണ്. പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം 2 പ്രധാന രാജ്യങ്ങളിലുണ്ടായ 2 പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ്. ജർമ്മനിയിൽ ഉടലെടുത്ത നാസിസത്തെക്കുറിച്ചും ഇറ്റലിയിൽ ഉടലെടുത്ത ഫാസിസത്തെക്കുറിച്ചുമാണ് പറഞ്ഞത്. തുടർന്ന് ഈ 2 ഫാസിസ ശക്തികളുടെയും ചില പ്രവർത്തനങ്ങൾ മൂലം വീണ്ടും ഒരു ലോകയുദ്ധത്തെ കൂടി നേരിടേണ്ടുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2-ാം ലോക യുദ്ധത്തെക്കുറിച്ചാണ്. 2-ാം ലോക യുദ്ധത്തിൻ്റെ കാര്യങ്ങളും അനന്തരഫലങ്ങളും തുടർന്നുണ്ടായ അപകോളനീകരണത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് 2-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. ആദ്യം പറയാൻ പോകുന്നത് 2-ാം ലോക യുദ്ധവും 2-ാം ലോക യുദ്ധത്തിനുണ്ടായ കാരണങ്ങളെക്കുറിച്ചുമാണ് ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 1935 മുതൽ 1945 വരെയുള്ള കാലഘട്ടമാണ് 2-ാം ലോക യുദ്ധ കാലഘട്ടമായി അറിയപ്പെടുന്നത്. 2-ാം ലോക യുദ്ധത്തിന് നിരവധി കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ കാരണങ്ങൾ നമുക്ക് ഓരോന്നായി ഒന്ന് പരിശോധിക്കാം. 2-ാം ലോക യുദ്ധത്തിന്റെ പ്രധാന കാരണങ്ങളായി പറയുന്നത് 1. വേഴ്സായി സന്ധി, 2. ജർമ്മനി, ഇറ്റലി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ അധികാരം വീണ്ടെടുക്കാനുള്ള ശ്രമം, ഫാസിസത്തിന്റെ വളർച്ച, അച്ചുതണ്ട് ശക്തികൾ, സഖ്യശക്തികൾ, സർവരാഷ്ട്ര സഖ്യത്തിന്റെ പരാജയം, പ്രീണന നയം, സോവിയറ്റ് യൂണിയനോടുള്ള എതിർപ്പ്, 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമണം. ഇത്രയും കാര്യങ്ങളാണ് 2-ാം ലോക യുദ്ധത്തിന് കാരണമായി ഉള്ളത്. ഇനി ഓരോ കാര്യങ്ങളും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. നമുക്കറിയാം, ഒന്നാമത്തെ കാരണം വേഴ്സായി സന്ധി. 1-ാം ലോക യുദ്ധത്തിന്റെ അവസാനത്തോടു കൂടി വേഴ്സായി സന്ധിയിൽ ജർമ്മനിയുമായാണ് ഒപ്പുവെച്ചത്. ജർമ്മനിയുടെ യുദ്ധത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജർമ്മനിക്കായിരുന്നു. ജർമ്മനിയെ നിർബന്ധിച്ച് ഒപ്പുവെച്ചതാണ് വേഴ്സായി സന്ധി. ഇതിലൂടെ ജർമ്മനിയെ നിരായുധീകരിക്കുകയും യുദ്ധക്കുറ്റം ചുമത്തുകയും യുദ്ധത്തിന്റെ നഷ്ടപരിഹാരം നൽകണമെന്നൊക്കെ ആവശ്യപ്പെട്ടത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞു. തുടർന്നുണ്ടായിട്ടുള്ള അധികാരം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ജർമ്മനിയിൽ നാസിസവും ഇറ്റലിയിൽ ഫാസിസത്തിന്റെയും വളർച്ചയുണ്ടാകുന്നത്. 2-ാം ലോക യുദ്ധത്തിൽ പ്രധാന കാരണമായി പറയുന്നത് 2 ശക്തികളെ കുറിച്ചാണ്. ഒന്ന് അച്ചുതണ്ട് ശക്തികളും മറ്റൊന്ന് സഖ്യശക്തികളും. ഇവയുടെ രൂപീകരണവും ഇവ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് ഒന്ന് പരിശോധിക്കാം. 1919 പാരീസ് സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാഷ്ട്രങ്ങൾ പങ്കിട്ടെടുത്തു. ജർമ്മനി, ഇറ്റലി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്ക് കോളനികളൊന്നും തന്നെ ലഭിച്ചില്ല. അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും കോളനികൾ തിരിച്ചു പിടിക്കുന്നതിനുമായി ഇവർ ശ്രമം ആരംഭിച്ചു. അതുപോലെ തന്നെ മറ്റു രാഷ്ട്രങ്ങൾ ആക്രമിക്കാനും ഇവർ പദ്ധതിയിട്ടു. ഇതിന്റെ ഭാഗമായി രൂപം കൊണ്ട 2 ചേരികളാണ് ഒന്ന് അച്ചുതണ്ട് ശക്തികളും മറ്റൊന്ന് സഖ്യശക്തികളും. ജർമ്മനി, ജപ്പാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ ചേർന്ന് അച്ചുതണ്ട് ശക്തികൾക്ക് രൂപം നൽകി. അതുപോലെ തന്നെ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് സഖ്യ ശക്തികൾക്കും രൂപം നൽകി. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഫാസിസ്റ്റ് വിരുദ്ധ ചേരിക്കൊപ്പമായ സഖ്യശക്തികൾക്ക് ഒപ്പമായിരുന്നു. ഈ അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണത്തെ തടഞ്ഞു നിർത്തുന്നതിനായി അന്നത്തെ സർവരാഷ്ട്ര സഖ്യത്തിന് കഴിയാതെ പോയ ഒരു അവസ്ഥ നിലനിന്നിരുന്നു. തുടർന്ന് 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടുകൂടിയാണ് 2-ാം ലോക യുദ്ധം ആരംഭിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ചാണ്. യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ജർമ്മനിയുടെയും ഇറ്റലിയുടെയും കീഴടങ്ങൽ ആണ്. അതുപോലെ തന്നെ ഫാസിസത്തിന്റെയും നാസിസത്തിന്റെയും വളർച്ചയ്ക്ക് കാരണക്കാരായ 2 പേരുടെ മരണം, മുസോളിനിയും ഹിറ്റ്ലറുടെയും മരണം. മുസോളിനിയെ വധിക്കുകയും ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയുമാണ് ഉണ്ടായത്. തുടർന്ന് അമേരിക്ക ജപ്പാനിലെയും ഹിരോഷിമയിലും നടത്തിയ അണുബോംബ് ആക്രമണം. 1945 ഓഗസ്റ്റ് 6
അമേരിക്ക ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചു. അതോടൊപ്പം തന്നെ ആഗസ്റ്റ് 9 നാഗസാക്കിയിൽ ഫാറ്റമാൻ എന്ന് പറയുന്ന മറ്റൊരു അണുബോംബ് കൂടി ഇവിടെ വർഷിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ദശലക്ഷക്കണക്കുകൾ ആളുകളുടെ മരണം സംഭവിച്ചു. യൂറോപ്പിലെ സാമ്പത്തിക നില ആകെ തകിടം മറിയുകയും അതോടൊപ്പം തന്നെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെടുകയും ചെയ്തു. ഒന്നാം കിട ലോക സാമ്രാജ്യത്വ ശക്തികളായ ബ്രിട്ടൻ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള വലിയ രാജ്യങ്ങൾ തകരുകയും പകരം അമേരിക്ക, സോവിയറ്റ് യൂണിയൻ തുടങ്ങിയിട്ടുള്ള മറ്റു രാജ്യങ്ങൾ വൻ ശക്തിയായി മാറുകയും ചെയ്തു. അതോടൊപ്പം തന്നെ രണ്ടാം ലോക യുദ്ധത്തിന്റെ ഏറ്റവും വലിയ അനന്തര ഫലമാണ് UNOയുടെ രൂപീകരണം, യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷന്റെ രൂപീകരണം. 1945 ഓഗസ്റ്റ് 24 സർവ്വരാഷ്ട്ര സഖ്യം രൂപീകരിക്കുന്നത്. ന്യൂയോർക്കാണ് ഇതിന്റെ ആസ്ഥാനം. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാം ലോക യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങളായി പറയും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപകോളനീകരണത്തെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു രണ്ടാം ലോക യുദ്ധത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ഒക്കെ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടുള്ള കാലഘട്ടം കൂടിയായി. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഈ വലിയ രാജ്യങ്ങൾ, വലിയ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തകർന്നടിയുകയും തുടർന്ന് അവർക്ക് തങ്ങളുടെ കീഴിലുള്ള കോളനികളെ നിലനിർത്താൻ കഴിയാതെ വരികയും ചെയ്തു. ഈ കാലയളവിലാണ് കോളനികൾ തങ്ങളുടെ സാമ്രാജ്യത്വ മേധാവികളിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്. ഈ പ്രക്രിയയാണ് നമ്മൾ അപകോളനീകരണം എന്ന് പറയുന്നത്. അപകോളനീകരണ കാലഘട്ടത്തിൽ സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നും മാറി അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഈ സ്വാതന്ത്ര്യ സമരങ്ങളെ ശക്തമായിട്ട് പിന്തുണയ്ക്കുകയും ചെയ്തു. അപകോളനീകരണത്തിന് വിവിധ നേതാക്കൾ നേതൃത്വം നൽകുകയുണ്ടായി. നമ്മുടെ ഇന്ത്യയിൽ മഹാത്മാഗാന്ധി, അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നെൽസൺ മണ്ടേല, ജോമോ കെനിയാത്ത തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകൾ ഇവരുടെ സ്വാതന്ത്ര്യ സമരത്തിനായിട്ട് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് രണ്ടാം ലോക യുദ്ധത്തിന്റെ കാലഘട്ടം, രണ്ടാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണങ്ങൾ, തുടർന്ന് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമുണ്ടായ അനന്തര ഫലങ്ങളും, തുടർന്നുണ്ടായ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനിയുടെ മോചനങ്ങൾ. ഈ മോചനങ്ങൾ അറിയപ്പെട്ടിരുന്നത് അപകോളനീകരണം എന്ന പേരിലായിരുന്നു. തുടർന്നുള്ള പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.